ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അധ്യാത്മരാമായണമിതാമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മധ്യന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃതിപ്രദം ശത്രു വിനാശനം ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകിലാഭീഷ്ട സാധകം. ഭക്ത്യാ പഠിക്കലും ചൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം
പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാരി ജനങ്ങളാൽ സമ്മതം നിത്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതികൾ കീഴുകിലും നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബന്ധനായുള്ളവർ മുക്തനായി വന്നിടു മർത്തി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും മതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്ക് നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാതമായുടനുണ്ടാകുമാതികളെല്ലാം അകന്നു പോം നിർണയം. ദേവഭൃതഗണതാപസമുഖ്യന്മാ ദേവരൂമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലുമേ അതേയെല്ലാം ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വര നദ്രീസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധ ബുദ്ധിയ ഗുരുഭക്തിവും തദ്ധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും. സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങിലെ പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഓം നമഃ ശിവായ. രാമായണ പാരായണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് രാമായണം ഫലശ്രുതിയാണ് നാം ശ്രവിച്ചത്. ഭാരതീയ സംസ്കാരവും രാമായണവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും സമഗ്രമായി അപഗ്രഥിക്കുന്ന പുണ്യഗ്രന്ഥമാണ് രാമായണം. ശുദ്ധവും ഏകാഗ്രവുമായ മനസ്സോടെ ഭക്തിപൂർവ്വം രാമായണം പാരായണം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും ധനധാന്യ സമൃദ്ധിയും ശത്രുനാശവും ആരോഗ്യവും ഐശ്വര്യവും ദുഃഖനിവാരണവും സന്താനലബ്ധിയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും കൈവരുമെന്ന് ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് അരുളി ചെയ്തിട്ടുണ്ട്. രാമായണം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തിന്റെ കൈമാറ്റം തന്നെയാണ് നടക്കുന്നത്. രാമായണ പാരായണം സമാപ്തമാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെ തിന്മയുടെ ദുർമേധസ് നീങ്ങുകയും ആയുസ് വർദ്ധിക്കുകയും ചെയ്യും. വിദ്യയും വിജ്ഞാനവും ആർജിക്കുന്നതോടെ ഭയവും ഇല്ലാതെയാകും. രാവണാദികളാകുന്ന ഇരുട്ടിൽ നിന്ന് അയനം ചെയ്ത് അവനവന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈശ്വരനിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഹനുമാനാകുന്ന പ്രാണനെ ചേർത്തു നിർത്തി രാക്ഷസാദികളാകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കി സീതയെ അഥവാ തിദിക്ഷയെ മടക്കിക്കൊണ്ടുവരിക എന്നതാണ് രാമായണത്തിന്റെ ഫലസാരം. ജീവിത പ്രതിസന്ധിയിൽ പെട്ടുഴുന്നവർക്ക് രാമായണം എന്നും മാർഗദർശകമായി നിൽക്കുക തന്നെ ചെയ്യും. ഓം നമഃ ശിവായ.